എന്തുകൊണ്ടാണ് ഡിസ്കൗണ്ട് കൊടുക്കരുത് എന്ന് പറയുന്നത്? ആദ്യം ഒരു കസ്റ്റമർ വന്ന് നിങ്ങൾ ആ കസ്റ്റമർക്ക് അവർ ഡിസ്കൗണ്ട് ഒന്നും ചോദിച്ചില്ല, 1000 റിയാലിന് നിങ്ങൾ പ്രൊഡക്റ്റ് കൊടുത്തു, സാധനം കൊടുത്തു. രണ്ടാമതൊരു കസ്റ്റമർ വന്നു, ആ കസ്റ്റമർ ചോദിച്ചു ഒന്ന് ഡിസ്കൗണ്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു. അപ്പം നിങ്ങൾ 50 റിയാൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുത്തു അവർക്ക്. മൂന്നാമതൊരു കസ്റ്റമർ വന്നു, ആ കസ്റ്റമർ ഒരുപാട് ബാർഗെയിൻ ചെയ്തു, നിങ്ങളോട് ഇത്ര എമൗണ്ട് കുറക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് 100 റിയാൽ കുറച്ച് കൊടുത്തു, 900 റിയാൽ നിങ്ങൾ കൊടുത്തു. അന്ന് നൈറ്റിൽ ഒരു കല്യാണ വീട്ടിൽ വെച്ചിട്ട് ഈ 3 ആളുകളും കണ്ടുമുട്ടിയപ്പോൾ ഓരോരുത്തരും പരസ്പരം ചോദിച്ചു, നിങ്ങളും വാങ്ങിച്ചോ ഈ പ്രൊഡക്റ്റ്? അപ്പോൾ ഓരോരുത്തരും പറഞ്ഞു ഞാനും വാങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും കുറച്ച് വാങ്ങിയ ഒരാളുണ്ടല്ലോ, അയാൾ ചോദിച്ചു നിങ്ങൾ എത്രയാണ് ഇതിന് വില കൊടുത്തത് എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ആൾ പറഞ്ഞു ഞാനിതിന് 1000 റിയാലാണ് കൊടുത്തത് എന്ന്. അപ്പം മറ്റേയാൾ പറഞ്ഞു നിങ്ങളെ പറ്റിച്ചു. രണ്ടാമത്തെ ആളോട് ചോദിച്ചു നിങ്ങൾ എത്ര എമൗണ്ടിനാണ് വാങ്ങിച്ചത് എന്നുള്ളത്, എത്രയാണ് പ്രൈസ് കൊടുത്തത് എന്നുള്ളത്. രണ്ടാമത്തെ ആൾ പറഞ്ഞു ഞാൻ 950 റിയാലിനാണ് വാങ്ങിയത്. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു വീണ്ടും നിങ്ങളെയും പറ്റിച്ചു, കാരണം ഞാനിത് വാങ്ങിയത് 900 റിയാലിനാണ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രം നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കരുത്. അയാൾ ഒരുപാട് ബാർഗെയിൻ ചെയ്തുകൊണ്ട് അവർക്ക് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തു, അങ്ങനെ നമ്മൾ കൊടുക്കരുത്. അത് നമ്മളുടെ ട്രസ്റ്റിനെ ബാധിക്കും, നമ്മളുടെ വിശ്വാസ്യതയെ ബാധിക്കും അത്. അതുകൊണ്ട് നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ഡിസ്കൗണ്ട് കൊടുക്കുക.